തിരുവഞ്ചൂർ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. അതെ, ഐക്യജനാധിപത്യ മുന്നണിക്ക് വമ്പിച്ച ഭൂരിപക്ഷം ഇപ്രാവശ്യവും കേരളത്തിൽ കിട്ടും. കഴിഞ്ഞ പ്രാവശ്യത്തെ പാർലമെൻറ്റ് ഇലക്ഷനിൽ നമുക്ക് 19 സീറ്റിൽ നല്ല അംഗീകാരമാണ് ജനങ്ങൾ നൽകിയത്. ഇപ്രാവശ്യം ഒരു 100-100 എന്ന് പറഞ്ഞാൽ 20-20 അത് കിട്ടുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത്. അത് ഏറെക്കുറെ ഫലപ്രാപ്തിയിലെത്തുന്ന രൂപത്തിലേക്കുള്ള പ്രചരണം മുന്നോട്ട് നീങ്ങുകയാണ്. സ്വാഭാവികമായിട്ടും വരുമല്ലോ. കാരണം നമ്മളുടെ രാഷ്ട്രീയ രംഗത്ത് വളരെ സജീവമായി നിന്ന ഒരാളിനെ പച്ചയ്ക്ക് വെട്ടിക്കൊന്നതല്ലേ. അതിനെക്കുറിച്ചൊരു തർക്കവും ആർക്കും ഇല്ലല്ലോ. ആദ്യം കൊലപാതകത്തിൽ ഞങ്ങൾക്ക് പങ്കില്ല എന്ന് പറഞ്ഞൊഴിയാൻ ശ്രമിച്ചവരുണ്ട്. വേറൊരു കള്ളക്കഥ കൊണ്ടുവന്നിട്ട് അത് രാഷ്ട്രീയ കൊലപാതകമല്ല എന്ന് വരുത്താൻ ശ്രമിച്ചവരുണ്ട്. അതിനുശേഷം കോടതിയിൽ എല്ലാ വിധത്തിലുള്ള പരിശ്രമങ്ങളും നടത്തി. ഇതെല്ലാം ഉണ്ടായിട്ടും അവർക്ക് ശിക്ഷ ട്രയൽ കോടതി കൊടുത്തു. ട്രയൽ കോടതിയിൽ കൊടുത്ത ശിക്ഷയെ സംബന്ധിച്ച് അതാണ് അപ്പീൽ വന്നത്. ആ അപ്പീലാണിപ്പോൾ ഹൈക്കോടതി വീണ്ടും വിധിച്ചത്. അപ്പോൾ ഞങ്ങളന്ന് കള്ളക്കഥകൾ ഉണ്ടാക്കിയതാണെന്നും ബോധപൂർവമായി മാർക്സിസ്റ്റ് പാർട്ടിയെ കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിച്ചതാണെന്നും അവരെ പ്രതിപ്പട്ടികയിൽ വരുത്തിയതാണ് എന്നൊക്കെയായിരുന്നല്ലോ പ്രചരണം വന്നത്. പക്ഷേ അപ്പീൽ കോടതിയുടെ വിധി വന്നതോടുകൂടി ആ പ്രചരണമെല്ലാം തകർന്ന് തരിപ്പണമായിപ്പോയി. ഞങ്ങളുടെ നിലപാട് 100% കറക്റ്റാണ് എന്ന് ഹൈക്കോടതിയും വിധിച്ചു. ഇനി എന്താ അവർക്ക് പറയാനുള്ളത്? കേന്ദ്ര സർക്കാരിനും ഫാസിസത്തിനെതിരായ പ്രചാരണത്തിനപ്പുറത്തേക്ക് സംസ്ഥാന സർക്കാരിനെതിരെയാണോ കോൺഗ്രസ് കൂടുതൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്? അല്ലല്ല, ഇഷ്യൂസ് വരുന്ന സമയത്ത് സംസ്ഥാന ഗവൺമെൻറ് ഒരു ഭാഗത്ത് വന്നാൽ ഞങ്ങൾ അവരെ എതിർക്കും. ഇഷ്യൂസിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ തെരഞ്ഞെടുപ്പ് പാർലമെൻറ്റിലേക്ക് ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും കേന്ദ്ര ഗവൺമെൻറ് എടുത്ത നടപടികളെക്കുറിച്ച് ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കേണ്ടത് ഞങ്ങളുടെ ബാധ്യതയാണ്. ആ പ്രതിപക്ഷ ധർമ്മം ഞങ്ങൾ നിറവേറ്റും. അപ്പോൾ പാർലമെൻറ്റിലേക്കുള്ള കാര്യങ്ങളിൽ ഞങ്ങളെല്ലാം പറയുന്നുണ്ട്. കാരണം മതനിരപേക്ഷത, നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന നടപാടുന്ന ഒരു തെറ്റായ പ്രവർത്തനങ്ങൾ, അതെല്ലാം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങളുടെ മോഹം. CAA പോലെയുള്ള കാര്യത്തിൽ പോലും ഇന്ത്യ ഗവൺമെൻറ് ഏറ്റവും അവസാനത്തെ നിമിഷത്തിലെടുത്തിരിക്കുന്ന നടപടി ആർക്കാ യോജിക്കാൻ പറ്റുക? തെരഞ്ഞെടുപ്പ് ഇന്ന് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ഇന്ന് 3 മണിക്ക് ഡേറ്റ് ഫിക്സ് ചെയ്യാൻ പോവുകയാണ്. ഇത്ര തിടുക്കത്തിൽ CAAയുടെ റൂൾസ് പാസ്സാക്കിയേ മതിയാകൂ എന്ന് നിർബന്ധം എന്താ ഉണ്ടായത്? അപ്പോൾ അതൊരു ഹിഡൻ അജണ്ട ഇല്ലേ? ആ ഹിഡൻ അജണ്ട കേരളത്തെ ജനസമൂഹം കണ്ടെത്തുകയാണ്. അതാണ് ഇന്ത്യ ഗവൺമെൻറ്റുമായിട്ടുള്ള നമ്മുടെ തർക്കം. എന്താശങ്കയാണ്? ഒരു പ്രത്യയശാസ്ത്രപരമായ ഒരു കാര്യമുണ്ടെങ്കിൽ നമുക്കതിനെക്കുറിച്ച് ആലോചിക്കാം. ഈ പോയതിൽ എന്തെങ്കിലും പ്രത്യയശാസ്ത്രപരമായ പ്രശ്നങ്ങൾ പറയുന്നുണ്ടോ? ആദർശപരമായി എന്തെങ്കിലും ഒരു നിലപാടിനെക്കുറിച്ച് അവർ പറയുന്നുണ്ടോ? ഒരു നിലപാട് വ്യതിയാനത്തെക്കുറിച്ച് അവർ പറയുന്നു? ഒന്നുമില്ല. അവരുന്നയിക്കുന്നതൊക്കെ വ്യക്തിഗതമായ കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരു പാർട്ടിക്കകത്ത് കുറേയധികം ആളുകളുണ്ടാകും. ആ ആളുകളുടെ എല്ലാ ആളുകളുടെയും വ്യക്തിപരമായ താല്പര്യം പൂർണ്ണമായി പരിരക്ഷിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു പാർട്ടി നേതൃത്വത്തിന് മുന്നോട്ട് പോകാൻ പറ്റുമോ? കോൺഗ്രസ് അല്ലേ ഏത് പാർട്ടിയാകട്ടെ, UDF അല്ല ഏത് മുന്നണിയാകട്ടെ, അവർക്കങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമോ? അപ്പോൾ വ്യക്തിഗതമായ താല്പര്യങ്ങൾ, ഇഷ്ടാനിഷ്ടങ്ങൾ, അത് സാധിച്ചു കിട്ടുന്നതിന് വേണ്ടി ഇപ്പോൾ നടന്നില്ല, നേരെ അങ്ങോട്ടങ്ങ് പോകുന്നു എന്നല്ലേ പറയുന്നത്. അതിനോടെന്ത് യോജിപ്പ്, ആർക്ക് എന്ത് മതിപ്പാണ് ഉണ്ടാവുക? ഈ സ്ഥാനമാനങ്ങൾ കിട്ടിയില്ലെങ്കിൽ BJPയിലേക്ക് പോകുന്നവരാണ് കോൺഗ്രസ്സുകാരെന്ന വലിയ വിമർശനമാണ് CPM പ്രചാരണങ്ങളിലുടനീളം ഉന്നയിക്കുന്നത്. ഞങ്ങൾ സ്ഥാനത്തിന് വേണ്ടി പോകുന്നവരുണ്ടാവും, പക്ഷേ അവരുടെ മാനം ഇല്ലാതെ പോകും. അതാണ് പ്രധാന. സ്ഥാനവും മാനവും കൂടെ ഒരുമിച്ച് ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട്. സ്ഥാനത്തിന് വേണ്ടി പോകുന്നവരുണ്ടായി. ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? കോൺഗ്രസിനെ പോലെ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ടോ? കോൺഗ്രസിനെ പോലെ ഓപ്പൺനെസ് ഉള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ടോ? പിന്നെ എന്തിനാണ് ഇവർ പോകുന്നത്? അവർ പോകുന്നത് അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ പരിരക്ഷിക്കുന്നതിന് വേണ്ടി തന്നെയാണ്. ആ വ്യക്തി താല്പര്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടി കൂടെ അധികം ആളുകൾ പോകില്ല. അതുകൊണ്ടാണ് ഈ പോയവരുടെ ഒന്നും കൂടെ ആരുമില്ലാതെ പോയത്. അതേസമയം ഒരു മേജർ ഡീവിയേഷൻ ഉണ്ടാകുകയാണ്. അതിനകത്ത് ഒരു ഭിന്നിപ്പ് വരികയാണ്.
രണ്ട് ഭാഗത്തായിട്ട് ആളുകൾ നിന്നു എന്ന് വരാം. ഇതേത് കാര്യത്തിലാണ് രണ്ട് ഭാഗത്തായിട്ട് നിൽക്കുന്നത്? താല്പര്യങ്ങൾ പരിരക്ഷിക്കുന്നതിന് വേണ്ടി അവരുടെ ഇടം തേടി പോവുകയാണ്. അത് പോകട്ടെ. അല്ല, അവരെ പിടിച്ചു നിർത്തുക രണ്ടും കൂടി ഒരുമിച്ച് വരണ്ടേ? നിൽക്കണമെന്ന് അവർക്കും തോന്നണ്ടേ? എങ്കിലേ പിടിച്ചു നിർത്തുന്നതിൽ അർത്ഥമുള്ളൂ. നിൽക്കണമെന്ന് അവർക്ക് തോന്നാത്തത് കൊണ്ടല്ലേ അവർ മറുകണ്ട് ചാടിപ്പോകുന്നത്. അങ്ങനെയുള്ള നിൽക്കണമെന്ന് തോന്നുന്ന ആളുകളുടെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഡിസ്കസ് ചെയ്യും. അതിൻ്റെ താല്പര്യങ്ങളൊക്കെ പാർട്ടിക്ക് വിധേയമായി നിൽക്കുന്ന ആളുകളുടെ താല്പര്യങ്ങൾ പരിരക്ഷിക്കാൻ നമ്മൾ വളരെ ശ്രദ്ധിച്ചേ മതിയാകും. താല്പര്യം പരിരക്ഷിച്ചേ മതിയാകും. കോൺഗ്രസ് മുതിർന്ന നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് മാധ്യമങ്ങളെ കണ്ടുകൊണ്ടിരുന്നത്. CAA-ക്കെതിരെ കോൺഗ്രസിൻ്റെ നിലപാട്, അതുപോലെ തന്നെ പത്മജ വേണുഗോപാലിൻ്റെ BJP പ്രവേശനം തുടങ്ങിയ കാര്യങ്ങളിലാണ് അദ്ദേഹം പ്രതികരണം നടത്തിയത്.